ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി തീരുമാനമായിട്ടില്ല. പക്ഷേ മുസ്ലിം ലീഗിന് വളരെ കൃത്യമായ നിലപാട് ഇക്കാര്യത്തിലുണ്ട്. ആ നിലപാട് കൊണ്ടായിരിക്കണം ഇപ്പോൾ തന്നെ വിവാദം വന്നു കഴിഞ്ഞു. കോൺഗ്രസ് തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ ഇടപെട്ടത് എന്തിന് എന്ന ചോദ്യം ഉയർന്നു കഴിഞ്ഞു. ജി സുകുമാരൻ നായർ NSSന്റെ ജനറൽ സെക്രട്ടറി പറയുന്നു, ലീഗ് അടക്കം ഇടപെട്ടു. അതെന്തുകൊണ്ടാണ് ഈ ലീഗ് അടക്കം ഇടപെട്ടത് കൊണ്ടാണ് തീരുമാനം വൈകാൻ കാരണം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ വിമർശിക്കുകയാണ്. അപ്പൊ ഇനി അങ്ങോട്ടുള്ള പൊളിറ്റിക്സ് എന്തായിരിക്കുമെന്ന ചോദ്യം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഘടകകക്ഷികളുടെ ചോയ്സ് ആയിട്ടാണോ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ വരേണ്ടത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ? അല്ല, ഞാൻ ഈ ചർച്ച കേൾക്കുന്നത് കേരളത്തെ പോലെ പ്രബുദ്ധമായ ഒരു സംസ്ഥാനത്ത് കേട്ടുകേൾവിയില്ലാത്ത ചില കാര്യങ്ങളാണ്. ഐക്യ ജനാധിപത്യ മുന്നണി മത്സരിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരാണ്. 10 വർഷം കേരളം ഭരിക്കുകയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഇടതുപക്ഷ നിലപാടുകളിൽ നിന്ന് വിഭിന്നമായി കേരളത്തെ ഒരു വർഗീയ നിലപാടുകളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ചില സമീപനങ്ങൾ കേരളം ഭരിക്കുന്ന ഭരണാധികാരികളിൽ നിന്ന് വരെ ഉണ്ടായപ്പോഴാണ് പ്രബുദ്ധമായ കേരളത്തിൽ നിന്ന് ഈ പ്രതികരണങ്ങളൊക്കെ ഉണ്ടായത്. കേരളത്തെ വർഗീയവൽക്കരിക്കാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല എന്നും കേരളത്തെ ഒരു സ്വേച്ഛാധിപതിയുടെയോ ഏകാധിപതിയുടെയോ രീതിയിലൂടെ കൊണ്ടുപോകാൻ ഈ ജനത അനുവദിക്കില്ല എന്ന വലിയ വിധിയെഴുത്താണ്. ആ വിധിയെഴുത്താകട്ടെ വളരെ കൃത്യമായി ഒരു നല്ല സ്ട്രാറ്റജി ഉണ്ടാക്കി ജനങ്ങളുടെ മുമ്പിൽ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് പോയത്. കാരണം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായി കേരളത്തിൽ ഒരു യാത്ര നടത്തി എന്തൊക്കെ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നു എന്ന് കൃത്യമായ ഒരു മാനിഫെസ്റ്റോ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു. ആ മാനിഫെസ്റ്റോ വെച്ച് ചർച്ച ചെയ്തു. അത് കഴിഞ്ഞ് കേരളീയ സമൂഹം അതിന്റെ വിധിയെഴുത്ത് നടത്തി. ആ വിധിയെഴുത്തിന് മുമ്പ് നേരത്തെ ഇവിടെ മാഷ് സൂചിപ്പിച്ചതുപോലെ 100-ലധികം സീറ്റ് നേടുമെന്നും 4ഓളം ജില്ലകളിൽ കൃത്യമായ വിജയം നേടുമെന്നും അതോടൊപ്പം തന്നെ MLA മന്ത്രിമാരടക്കം വീഴുമെന്നും ഒക്കെ നേരത്തെ പ്രവചനം നടത്തി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. എന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു കേട്ട ഒരു മുദ്രാവാക്യം ടീം UDF. അതാണ് എവിടെയും കേട്ടത്. ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ ഏതെങ്കിലും ഒരു കൊടിയുടെയോ നിറം നോക്കാതെ ടീം UDF എന്ന പേരിലാണ് ഈ മുന്നോട്ട് പോയത്. അതിന്റെ ഗുണഫലം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ആ ടീം UDF എന്നതിന്റെ ഗുണഫലം എല്ലാവർക്കും ഉണ്ടായി. നല്ല മികച്ച റിസൾട്ട് ഉണ്ടായി. ആ മികച്ച റിസൾട്ട് ഉണ്ടായി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകണം. ആ മുഖ്യമന്ത്രി ഉണ്ടാവുക എന്നത് മുഖ്യമന്ത്രി ആരാകണം എന്നതിനെ കുറിച്ചൊക്കെ നമുക്കറിയാം, ആ കക്ഷികൾ തീരുമാനിക്കും. പക്ഷേ ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പോലും മറ്റുള്ളവർക്കില്ല എന്ന രീതിയിലേക്കൂടെ വ്യാഖ്യാനങ്ങൾ വന്നു. പക്ഷെ ഹൈക്കമാൻഡ് ഐക്യ ജനാധിപത്യ മുന്നണിയിലെ പ്രമുഖമായ ഘടകകക്ഷികളെ വിളിച്ചു. ആ ഘടകകക്ഷികളുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തു, അഭിപ്രായം ആരാഞ്ഞു. ആ അഭിപ്രായം എന്തായിരിക്കണം? കേരളത്തിലെ പൊതുസമൂഹം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിധിയെഴുത്തിലൂടെ നമുക്ക് നൽകിയ ഒരു അംഗീകാരമുണ്ട്. ആ അംഗീകാരത്തിന് ഹിതമായിരിക്കണം, ആ ജനങ്ങളുടെ വികാരം ഉൾക്കൊള്ളുന്നതായിരിക്കണം, അതിനനുസൃതമായിട്ടുള്ള തീരുമാനമാകണം എന്നത് പറയാൻ ആർക്കും അവകാശമുണ്ട്. ആ അവകാശത്തെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. അതിലേതെങ്കിലും ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃനിരയിലുള്ള ഏതെങ്കിലും നേതാക്കൾ വർഗീയതയുടെ മൂടുപടമുള്ളവരാണ് എന്ന അഭിപ്രായം ഞങ്ങൾക്ക് ആർക്കുമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ അതുകൊണ്ടാണല്ലോ രാജ്യത്തെ BJP പോലെയുള്ള ഒരു കക്ഷിക്കെതിരായി അവരുടെ നിലപാടെടുക്കുന്നത്, രാജ്യത്തിലെ മതേതര മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്നത്, ഏത് വെല്ലുവിളിയെയും അതിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ആ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ അതിന് യാതൊരു പക്ഷപാതവും ഇല്ലാതെ ആരുടെയും മുഖം നോക്കാതെ ആ മതേതര മുന്നേറ്റത്തെ പിന്തുണക്കുക എന്ന സമീപനമാണ് എല്ലാ കാലഘട്ടത്തിലും മുസ്ലിം ലീഗിനെ പോലെയുള്ള ഒരു പാർട്ടി എടുത്തത്. ഇവിടെയും ഞങ്ങൾ എടുക്കുന്ന സമീപനം അതാണ്. ഇവിടെ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ മുമ്പിൽ, കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുമ്പിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്കറിയാം മുസ്ലിം ലീഗ് എടുത്ത തീരുമാനം എന്താണ്. ഇന്നും ഞങ്ങളുടെ നേതൃയോഗം ചേർന്നു. ആ നേതൃയോഗം ഇന്നലെ കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം വരികയാണെങ്കിൽ ഒരു ഗവൺമെന്റിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് ചെറിയ ചുമതലയല്ല. അതാണ് ഞങ്ങളുടെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹത്തിന്റെ പത്രക്കാരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതൊരു ഉത്തരവാദിത്തമാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. അത് വളരെ ഭംഗിയോടുകൂടി നിർവഹിക്കേണ്ട ചുമതല ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ എന്നല്ല, നാട് ഭരിക്കുന്ന ഏതൊരു പ്രമുഖമായ കക്ഷിയുടെയും ചുമതലയാണ്. ആ ചുമതല നിർവഹിക്കപ്പെടുമ്പോൾ സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ എടുക്കണം. നിങ്ങൾക്കറിയാം, കോൺഗ്രസ് പാർട്ടി കാര്യങ്ങൾക്ക് ഇന്ന് തീരുമാനിക്കുന്നു, നാളെ തീരുമാനിക്കുന്നുവെങ്കിൽ നാളെ മുസ്ലിം ലീഗ് പാർട്ടി ഒരു കാര്യം പറഞ്ഞു, ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ ആലോചിച്ചെടുത്ത തീരുമാനങ്ങൾ എന്താണെങ്കിലും ആലോചിച്ചെടുത്ത അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് ഹൈക്കമാൻഡ് മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞു, അതിൽ നിന്നൊരു വ്യതിയാനമില്ല.
ഇനി ബാക്കിയുള്ള കാര്യങ്ങളിൽ അതിനുശേഷം ആ പ്രഖ്യാപനം വന്നാൽ ശരി. പിന്നെ എങ്ങനെയാണ് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് എന്നതിനെ കുറിച്ചും പാർട്ടി എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ കുറിച്ചും ഒക്കെ വളരെ കൃത്യമായ തീരുമാനമെടുക്കാൻ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തി. ഇന്ന് നേതൃയോഗം സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാം. അദ്ദേഹം തീരുമാനമെടുത്താൽ പാർട്ടിയുടെ സുപ്രീമോ എന്ന നിലയിൽ പാർട്ടിക്ക് അത് സ്വീകാര്യമാണ്. ഇത് വളരെ കൃത്യമായി പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ ഞങ്ങൾ ഈ പറയുന്നത് ഈ ഒരു ചർച്ച കൊണ്ടുപോകുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുന്നുണ്ട്. അത് മാത്രമേ പറയുന്നുള്ളൂ. ഇന്ന് എന്നോടൊരു പുതിയ തലമുറയിലെ 2-3 ഡോക്ടർമാരുടെ സംഘം അവർ പറഞ്ഞത് ഞങ്ങൾ സാധാരണ വോട്ട് ചെയ്യാറുള്ളത് ഇടതുമുന്നണിക്കാണ്, ഇത്തവണ ഞങ്ങൾ വോട്ട് ചെയ്തത് UDF-നാണ് പ്രതീക്ഷയോടുകൂടി. ആ പ്രതീക്ഷ നിങ്ങൾ തകർക്കുകയാണ്. ഇത് പലയിടത്തും, ഇത് ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് നിന്നല്ല ഈ കേൾക്കുന്നത്, ഇത് എല്ലായിടത്തുമുള്ള ഒരു വികാരമാണ്. അതുകൊണ്ട് ഇത് ഒരു കോൺഗ്രസ്സുകാരന്റെയോ ഒരു ലീഗുകാരന്റെയോ ഒരു അഭിപ്രായമല്ല. നമുക്കൊരു പ്രശ്നത്തെ രമ്യമായി പരിഹരിച്ച് എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടെത്തി കേരളത്തിൽ ജനം പ്രതീക്ഷിക്കുന്ന വിധം ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ നാളെ മുഖ്യമന്ത്രിയാവും. ഇനി അതിനുശേഷമുള്ളത് എന്തെന്നുള്ളത് കണ്ടു തന്നെ അറിയണം.